2026-ൽ ബഹിരാകാശ പഠനത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ പോകുന്ന ചില പ്രധാന ദൗത്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 2026-ൽ ബഹിരാകാശത്ത് സംഭവിക്കാൻ പോകുന്നത് മനുഷ്യന്റെ ബഹിരാകാശ പഠനത്തിലും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലും മത്സരത്തിലും ഒരു പുതിയ അധ്യായം കുറിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ജ്യോതിർഭൗതിക ഗവേഷണ സ്ഥാപനങ്ങളിലൊന്ന് എന്ന നിലയിൽ ആഗോള ബഹിരാകാശ ശാസ്ത്ര സമൂഹത്തിൽ വലിയ പ്രതീക്ഷയാണ് ഈ ദൗത്യങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്നത്. അപ്പോളോ യുഗത്തിനുശേഷം ആദ്യമായി മനുഷ്യൻ ചന്ദ്രനു ചുറ്റും യാത്ര ചെയ്യും. ഇത് ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. പ്രപഞ്ചത്തെ മുമ്പെങ്ങുമില്ലാത്ത വിധം മാപ്പ് ചെയ്യാനുള്ള ശക്തമായ പുതിയ സ്പേസ് ടെലിസ്കോപ്പുകൾ 2026-ൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ദൗത്യങ്ങളുടെയെല്ലാം പൊതുവായ ലക്ഷ്യം ഗ്രഹങ്ങളും താരാപഥങ്ങളും പ്രപഞ്ചഘടനകളും എങ്ങനെ പരിണമിച്ചുവെന്ന് വലിയ തോതിൽ മാപ്പ് ചെയ്യുക എന്നതാണ്. ഈ ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാസയുടെ നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലിസ്കോപ്പാണ്. ഇത് 2026 അവസാനത്തോടെ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. റോമൻ ടെലിസ്കോപ്പിന്റെ പ്രത്യേകത ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ ദൃശ്യപരിധിയേക്കാൾ 100 മടങ്ങ് വലിയ ആകാശഭാഗങ്ങൾ ഒരേ സമയം ചിത്രീകരിക്കാൻ ഇതിന് കഴിയും എന്നതാണ്. പ്രധാന ദൗത്യകാലയളവിൽ റോമൻ ടെലിസ്കോപ്പ് 100,000-ലധികം വിദൂരഗ്രഹങ്ങളെ കണ്ടെത്താനും ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ച് പഠിക്കാനും ശാസ്ത്രജ്ഞരെ സഹായിക്കും. റോമൻ ടെലിസ്കോപ്പിൽ കൊറോണഗ്രാഫ് എന്ന ഒരു ഉപകരണമുണ്ട്. ഇത് നക്ഷത്രങ്ങളുടെ പ്രകാശം തടഞ്ഞ് അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളെ നേരിട്ട് ചിത്രീകരിക്കാൻ സഹായിക്കും. ഈ സാങ്കേതികവിദ്യ ഭാവി ദൗത്യങ്ങൾക്ക് വഴി തുറക്കും. ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളിൽ ജീവന്റെ ലക്ഷണങ്ങൾ തിരയാൻ കഴിവുള്ള പുതിയ നിരീക്ഷണാലയങ്ങൾ സ്ഥാപിക്കാൻ ഇത് സഹായകമാകും. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്ലാറ്റോ ദൗത്യം 2026 ഡിസംബറിൽ വിക്ഷേപിക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഇത് യൂറോപ്പിന്റെ പുതിയ ആര്യൻ 6 റോക്കറ്റിലായിരിക്കും വിക്ഷേപിക്കുക. പ്ലാറ്റോ ദൗത്യത്തിൽ 26 ക്യാമറകളുണ്ട്. ഇത് ഏകദേശം 200,000 നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് ആവാസയോഗ്യമായ മേഖലകളിലെ പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങളെ തിരയും. ചൈനയുടെ ആദ്യത്തെ വലിയ ആസ്ട്രോഫിസിക്സ് സ്പേസ് ടെലിസ്കോപ്പായ സൺഷ്യൻ 2026-ന്റെ അവസാനത്തോടെ വിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുൻടിയൻ ഹബിളിന് തുല്യമായ ചിത്രങ്ങൾ നൽകുമെങ്കിലും അതിന്റെ ദൃശ്യപരിധി 300 മടങ്ങ് വലുതായിരിക്കും. ഇത് ബഹിരാകാശ നിരീക്ഷണത്തിൽ ഒരു കുതിച്ചുചാട്ടമാകും. 2026-ൽ നടക്കാൻ പോകുന്ന ഈ ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം മനുഷ്യന്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക.